എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഈ പൊറോച്ചിയുടെ ആ ഹൈഡൗട്ട് ആയിരിക്കും കാണിക്കുക. അവിടെ അവൻ്റെ ടീമുകൾ എല്ലാവരും തന്നെ അങ്ങനെ ചേർന്നിരിക്കുകയാണ്. അതിലൊരാളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് അവരറിയിക്കും. നമ്മൾ ഇത്രയും കാലവും കഷ്ടപ്പെട്ട് സൂക്ഷിച്ചു കൊണ്ടുവന്ന ആ വെസല് അത് ആ എയർഷിപ്പിൽ വെച്ച് നമുക്ക് നഷ്ടമായിരിക്കുകയാണ്. അതെവിടെയോ നമുക്ക് മിസ്സായി. അതെവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു ന്യൂസ് കേട്ട് ഞെട്ടുകയാണ്. ഇത്രയും കാലത്തെ അവരുടെ എക്സ്പെരിമെന്റും കഷ്ടപ്പാടുമാണ് വെറും മിനിറ്റുകൾ കൊണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അവരെല്ലാവരും ടെൻസ്ഡ് ആവാനായിട്ട് തുടങ്ങും. വിക്ടർ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ആ എയർഷിപ്പ് അത് അവസാനമായിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വെസൽ പഴയതുപോലെ തന്നെ യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടെടുക്കാനും കണ്ടെത്താനും എന്നെ കൊണ്ട് സാധിക്കും. എത്രയും വേഗം നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ആവും. വിക്ടറിന്റെ വാക്കുകൾ കേട്ടിട്ടും അതിൽ പലർക്കും സമാധാനം ഉണ്ടാവില്ല. അവരാണെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങും. അവിടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സ് പ്രധാനമായിട്ട് കോഡ് അവനാണെങ്കിൽ ഇപ്പൊ വിക്ടറിനെ തന്നെ കുറ്റപ്പെടുത്തും. അതിൽ കൺട്രോൾ പോയ വിക്ടർ ദേഷ്യപ്പെട്ട് പറയും, സത്യത്തിൽ ഇതിൽ എന്റെ യാതൊരു കയ്യും ഇല്ല. ഞാനൊന്നും മോശമായിട്ടോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തോ ഡെലിബറേറ്റ്ലിയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. താഴെ വെച്ച് ആരോ അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെയാണ് അത് നമുക്ക് നഷ്ടമായത്. വെറുതെ കാര്യമില്ലാതെ എന്നെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. അതിന് ബോധ്യപ്പെടുത്താനുള്ള എവിഡൻസ് അത് എൻ്റെ പക്കലുണ്ട്. തീർച്ചയായിട്ടും അതുമായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതിന് കോജിയാണെങ്കിൽ ജീഗനോട് പറയും, ഇനിയും ഈ വിക്ടറിനെ വിശ്വസിക്കാനായിട്ട് കഴിയില്ല. സോ നമ്മൾ തന്നെ കളത്തിലിറങ്ങി കാര്യങ്ങൾ ചെയ്യണം. ജീഗനാണെങ്കിൽ അത് അപ്രൂവ് ചെയ്യാണ്. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ വിക്ടറിന് മാത്രം അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അവനങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്ന അതേ സമയം തന്നെ ഓരോരുത്തരായിട്ട് അവിടുന്ന് പതിയെ ഇൻവിസിബിൾ ആവുകയാണ്. കട്ട് ചെയ്ത ഇവിടെ വിക്ടർ അവൻ ദേഷ്യപ്പെട്ട് പറയും, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്. എന്റെ എയർഷിപ്പിൽ വെച്ചാണ് അത് നഷ്ടമായത്. ജീഗൻ അവനിപ്പോ എന്റെ മേലെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള സംശയമുണ്ട്. കൂടുതൽ സംശയം അതുണ്ടാവുന്നതിന് മുൻപ് തന്നെ ആ എയർഷിപ്പ് കണ്ടെത്തി എങ്ങനെയെങ്കിലും എന്റെ കൈക്കലാക്കണം. എങ്കിലും മാത്രമേ എന്റെ പ്ലാനുകളെല്ലാം കറക്റ്റായിട്ട് വർക്കൗട്ട് ആക്കാൻ എന്നെ കൊണ്ട് കഴിയും. വിക്ടർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്ലോറിലുണ്ടായിരുന്ന ഒരു ഡോർ തുറക്കുകയാണ്. അതിനുശേഷം ആ ഒരു ഇൻസെക്ട് പ്രാണിയെ കയ്യിലെടുക്കും. വെസൽ എന്റെ കയ്യിൽ നിന്ന് പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇൻഫർമേഷൻസും ഡാറ്റയും ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. കോജിയും ടീമും അവനത് കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ എന്റെ എക്സ്പെരിമെന്റ് അത് ഞാൻ ഫുൾഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അങ്ങനെ ടേൺ ചെയ്യുമ്പോഴായിരിക്കും അവന്റെ തൊട്ടുപുറകില് കോജിയെ കാണുക. വിക്ടർ ആണെങ്കിൽ കോജിയെ കണ്ട് ഞെട്ടും. കോജി ആണെങ്കിൽ വിക്ടറിനോട് പറയും, എനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. നീ ഇത് ചെയ്യുമെന്ന് നന്നായിട്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് എന്റെ ശ്രദ്ധ ഇത് ഞാൻ നിന്നിൽ തന്നെ പതിപ്പിച്ചതെന്ന് പറഞ്ഞ് കോജി ആണെങ്കിൽ വിക്ടറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. വിക്ടർ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ കോജി വിക്ടറിനെ അടിച്ച് താഴെയിട്ട് അവന്റെ പ്രത്യേകതരം ജിപ്സ് ഉപയോഗിച്ച് വിക്ടറിനെ പൂർണ്ണമായിട്ടും കത്തിക്കുകയാണ്. ഇത് ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള പവറാണ്. നിന്റെ റീജനറേഷൻ പവർ അതൊരിക്കലും ഈ ഒരു ഫയർ പവറിൽ വർക്കൗട്ട് ആവില്ല. ഇതോടുകൂടെ നിന്റെ കാലം അത് കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് വിക്ടറിനെ കാണിക്കും. ആളാണെങ്കിൽ മരണപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല വിക്ടറിന്റെ ആ പ്രാണിയെ തൂക്കിയെടുത്ത് അവൻ കൈകൊണ്ട് ഞെരിച്ച് തവിട് പൊടിയാക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആമടെയും ജീനിനെയും കാണിക്കും. അവർ രണ്ടുപേരും മരിച്ചുപോയ ഡീപ്പയുടെ തല അത് വെച്ച് എന്തൊക്കെയോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഡീപ്പയിൽ നിന്നാണ് ജീൻ അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കി എടുത്തത്. ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് ഇപ്പൊ ഡീപ്പയെയും പൂർണ്ണമായി ഇല്ലാതാക്കും. അല്പസമയം കഴിഞ്ഞ് വിക്ടറിനെ കൊന്ന ആളിപ്പോ ജെയിന്റെ അടുത്തേക്ക് വന്ന് അവൻ സക്സസ് ആയി കൊടുത്ത മിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് അവൻ അറിയിക്കും. ജെയിൻ ആണെങ്കിൽ അവനോട് പറയും, പേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ എയർഷിപ്പ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ലാൻഡ് ഓഫ് ഫയറിൽ നോർത്ത് സൈഡിലാണ് അത് തകർന്നു വീണത്. അവിടേക്ക് പോയി എത്രയും വേഗം അത് കളക്ട് ചെയ്ത് കൊണ്ടുവരണം. ഈഗനാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ആ ഫ്ലൈറ്റ് കണ്ടവരെ വെറുതെ വിടാൻ പാടില്ല. വെസലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അത് ലീക്ക് ആവാൻ അനുവദിക്കരുത്. അത് കണ്ടവരെയും അതിനെക്കുറിച്ച് അറിഞ്ഞവരെ എല്ലാവരെയും കൊന്നു തള്ളണം. കട്ട് ചെയ്ത ആ ഫ്ലൈറ്റ് വീണ ഭാഗം കാണിക്കും. അവിടേക്കാണെങ്കിൽ ഓൾറെഡി കൊനാമാരുവും ആ സെൻസായും അവർ രണ്ടുപേരും എത്തിക്കഴിഞ്ഞു. ഇവിടെ ജീൻ ആണെങ്കിൽ കോജിയോട് പറയും, ഒരു കാരണവശാലും ഇഡൻ ലൈഫ് വില്ലേജ് അവര് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ല. ഇതിന് കോജി ഓക്കെ പറഞ്ഞ് അവനും ഇപ്പൊ ആ ഫ്ലൈറ്റുള്ള സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ലീഫ് വില്ലേജിലാണെങ്കിൽ എല്ലാവരും ആകാംക്ഷയോട് കൂടെ നറൂട്ടോടെയും ബൊറൂട്ടോടെ ഫൈറ്റ് കാണാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ബീറ്റ്സികയോട് പറയും, സത്യത്തില് ഇപ്പോഴാണ് ഞാൻ എൻ്റെ പപ്പയെ മനസ്സിലാക്കുന്നത്. ഇത്രയും കാലവും ഞാൻ അദ്ദേഹത്തെ ഒരുപാട് വെറുത്തു, തെറ്റിദ്ധരിച്ചു. എനിക്കതിൽ നല്ല കുറ്റബോധമുണ്ട്. ടൈം എൻ്റെ പപ്പയ്ക്ക് ഞാൻ വലിയൊരു അപമാനമാണ് ഉണ്ടാക്കി കൊടുത്തത്. അദ്ദേഹത്തിന്റെ പൊസിഷൻ, പവർ ഇതൊന്നും മനസ്സിലാക്കാതെ ആയിട്ട് ഞാൻ ഗെയിം കളിച്ചു. അത് എൻ്റെ പപ്പ മനസ്സിലാക്കി എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ ചീറ്റർ എന്ന് വിളിച്ച് എൻ്റെ ഹെഡ് ബാൻഡ് ഊരിയെടുത്തു. സോ അദ്ദേഹത്തിനുണ്ടായ കളങ്കം അതെനിക്ക് ഇന്ന് മാറ്റിയെടുക്കണം. ഉറപ്പായാലും അഡ്വാൻസ്ഡ് റെസണന്റ് പവർ അത് ഞാൻ ഉപയോഗിക്കില്ല. അല്ലാതെ തന്നെ
ട്രെയിനിങ് എടുത്ത് ഞാൻ നല്ല രീതിയിൽ എൻ്റെ സ്കിൽസ് എല്ലാം ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുപയോഗിച്ച് തന്നെ ഞാൻ പപ്പയുമായിട്ടുള്ള ഫൈറ്റിൽ ജയിക്കുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ഹായ് ആയിട്ട് നിൽക്കും. ഉടനെ സാറുടെ ആണെങ്കിൽ ബൊറൂട്ടോയുടെ അടുത്തേക്ക് വന്ന് ഫൈറ്റിന് സമയമായി, എത്രയും വേഗം നീ താഴേക്ക് വരണമെന്ന് പറയും. മറ്റൊരു ഭാഗത്ത് നറൂട്ടോ ആണെങ്കിൽ ഫൈറ്റിന് തയ്യാറെടുക്കുകയാണ്. ഷിക്കമരു ആണെങ്കിൽ നറൂട്ടോട് ചോദിക്കും, നീ പ്രോസ്തറ്റിക് ആം അതുപയോഗിച്ചാണ് ബൊറൂട്ടോട് ഫൈറ്റ് ചെയ്യുന്നുള്ള കാര്യം അവനോട് പറഞ്ഞോ? അതിന് നറൂട്ടോ ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. സത്യത്തിൽ ഈ ഒരു പ്രോസ്തറ്റിക് ആമിന്റെ പവർ അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ഫൈറ്റിന് നറൂട്ടോ സമ്മതം മൂളിയത് പോലും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് അല്പസമയം കഴിയുമ്പോൾ ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഗോദയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ചാടി നിൽക്കും. ചുറ്റും കാണികളെല്ലാവരും ആകാംക്ഷയോടുകൂടെ ആ കാഴ്ച കാണുകയാണ്. ബൊറൂട്ടോയും നറൂട്ടോയും പപ്പയും മകനും, അല്ലെങ്കിൽ ഈ വില്ലേജിലെ ഹൊക്കാഗെയും ആളുടെ മകനും അവരിപ്പോ ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണ്. സാസുക പോലും ആ ഒരു ഫൈറ്റിനെ ആകാംക്ഷയോടുകൂടെ നോക്കും. ബൊറൂട്ടോയുടെ കോൺഫിഡൻസ് കണ്ട് നറൂട്ടോ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, നീ സത്യത്തിൽ ഇപ്പൊ വല്ലാതെ ഇംപ്രൂവ്ഡ് ആയി. നിന്റെ ഈ കോൺഫിഡൻസ് സന്തോഷമൊക്കെ കാണുമ്പോൾ എനിക്കും വല്ലാത്ത അഭിമാനം തോന്നുന്നു പറഞ്ഞ് അവർ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവന്റെ ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. പക്ഷെ നറൂട്ടോ ആളൊരു ഹൊക്കാഗെയാണ്, പോരാത്തതിന് നല്ല പവറും ഉണ്ട്. ആള് മിനിറ്റുകൾ കൊണ്ട് അവന്റെ ക്ലൗൺസിനെ എല്ലാം തന്നെ തകർത്തില്ലാതാക്കും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ റെസനൻ പവർ അത് ക്രിയേറ്റ് ചെയ്ത് നറൂട്ടോയ്ക്ക് നേരെ വലിച്ചെറിയും. പക്ഷെ നറൂട്ടോ അവൻ ഹായിയായി സിമ്പിളായി ആ ഒരു റെസനൻ പവറിനെ അങ്ങനെ രണ്ടായി വെട്ടിയെറിയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിർത്താതെ റെസനൻ പവർ അത് ക്രിയേറ്റ് ചെയ്ത് അയച്ചു കൊണ്ടേയിരിക്കും. പക്ഷെ നറൂട്ടോയ്ക്കാണെങ്കിൽ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അതെല്ലാം തന്നെ ഈസി ആയിട്ട് തട്ടിക്കളയാണ്. പിന്നീട് അവന്റെ എസ്തെറ്റിക് ആം ഉപയോഗിച്ച് ഇപ്പൊ വലിയൊരു റെസനൻ അത് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. ബൊറൂട്ടോയും നറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ അവർ ക്രിയേറ്റ് ചെയ്ത റെസനൻ അതങ്ങനെ ഉയർത്തിയെടുത്ത് പരസ്പരം ആഞ്ഞടിപ്പിക്കും. അതിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി ബൊറൂട്ടോ തെറിച്ചു പോവും. നറൂട്ടോയുടെ കൈയാണെങ്കിൽ ഫ്ലോറിൽ അങ്ങനെ സ്റ്റക്ക് ആവുകയാണ്. അത് കണ്ട ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വാട്ടർ സ്റ്റൈൽ ഉപയോഗിച്ച് നറൂട്ടോയെ അറ്റാക്ക് ചെയ്യും. സാറടയ്ക്കാണെങ്കിൽ ഭയങ്കര ഷോക്ക്. ബൊറൂട്ടോ അവൻ വാട്ടർ സ്റ്റൈൽ പവർ അതിപ്പോൾ ട്രെയിനിങ് എടുത്തും ചിന്തിച്ച് അവൾ വണ്ടർ അടിച്ച് നിൽക്കും. അതേസമയം നറൂട്ടോ ആണെങ്കിൽ അവന്റെ കൈ അങ്ങനെ ഊരിയെടുത്ത് എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് ബൊറൂട്ടോയെ നേരിടും. അതിനുശേഷം നറൂട്ടോ ആണെങ്കിൽ അവന്റെ പ്രോസ്തെറ്റിക് ആം അതങ്ങനെ നീട്ടി ഇപ്പൊ ബൊറൂട്ടോയുടെ വാട്ടർ സ്റ്റൈൽ പവറിനെ തന്നെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അത് കണ്ട് എല്ലാവരും സെക്കൻഡ് ഫ്രീസ് ആവും. ബൊറൂട്ടോയ്ക്ക് കൺട്രോൾ പോയി അവൻ മുൻപോട്ടേക്ക് ഓടുമ്പോഴേക്കും നറൂട്ടോ അവന്റെ തൊട്ട് പിന്നിൽ വരും. ബൊറൂട്ടോ നറൂട്ടോയെ മുഴുവനായിട്ടും ഒന്ന് ചെക്ക് ചെയ്യും. അവന്റെ ഒരു കൈ അത് കാണാനില്ല. ആ പ്രോസ്തെറ്റിക് ആം അത് വെച്ച് നൈസായിട്ട് നറൂട്ടോ ഇപ്പൊ ബൊറൂട്ടോയെ ഡൈവേർട്ട് ചെയ്തു. ആ കൈ ഉപയോഗിച്ച് ബൊറൂട്ടോയുടെ പവർ നറൂട്ടോ അബ്സോർബ് ചെയ്തു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ അവനാണെങ്കിൽ ആ പ്രോസ്തെറ്റിക് ഹാൻഡിനെ കുറിച്ച് നമ്മുടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കൈ അതെന്താണെന്ന് അറിയിക്കാനും അതിന്റെ പവർ ടെസ്റ്റ് ചെയ്യാനുമാണ് സത്യത്തിൽ ഞാൻ ബൊറൂട്ടോയായിട്ട് ഫൈറ്റ് ചെയ്തത്. ആണെങ്കിൽ ഓൾറെഡി ആ കാര്യം മനസ്സിലാക്കിയതാണ്. അവരെല്ലാവരും ആകാംക്ഷയോട് കൂടെ ആ കൈയിലേക്ക് തന്നെ നോക്കും. അല്പസമയം കഴിയുമ്പോൾ ഇപ്പൊ സാസുക അവിടേക്ക് കടന്നു വരും. അവനാണെങ്കിൽ കാറ ഓർഗനൈസേഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നറൂട്ടോയെ ഇപ്പൊ അറിയിക്കുകയാണ്. കട്ട് ചെയ്ത കൊനഹമാരുവിനെയും ആ സെൻസായും കാണിക്കും. അവർ രണ്ടുപേരും പതിയെ ആ ഒരു എയർഷിപ്പിലേക്ക് കയറുകയാണ്. കൊനഹമാരു ആണെങ്കിൽ അതിന്റെ സെന്ററിലുള്ള ഒരു വലിയ ബോക്സ് അത് ഓപ്പൺ ചെയ്യും. അതിനുശേഷം സെൻസായോട് പറയും, വളരെ വിയേർഡായിട്ടുള്ള ഒരു വെസല് അതെനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പൊ ലോങ് ഷോട്ടിലായി വലിയൊരു ജയന്റ് കാല് അതങ്ങനെ അവിടേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.